ഹലോ ഗൈസ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റെസ്പോണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ വീഡിയോസിനും. നമ്മൾ മൈലാഞ്ചി കല്യാണത്തിന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അമ്മായി സൽക്കാരം, അങ്ങനെ 2 വീഡിയോസ് ഇട്ടപ്പോഴും നമുക്ക് നല്ല റെസ്പോണ്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. മറ്റേ വീഡിയോ പോലെ വലിയ ലോങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ TMK വടക്കേക്കാടുള്ള ഹാളിൽ വെച്ചിട്ടാണ് വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. തലേ ദിവസവും അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും ആയിട്ട് ട്രാവലറിൽ ഹാളിലേക്ക് പോയി. അപ്പോൾ തലേ ദിവസത്തെ പരിപാടിക്ക് ബ്ലാക്കാണ് ഡ്രസ് കോഡ്, ബ്ലാക്ക് സാരിയാണ്. ചെക്കന്മാരൊക്കെ ബ്ലാക്ക് കുർത്ത, കുറച്ചൊരു പ്രിൻറ്റഡ് വർക്കായിട്ടുള്ള ബ്ലാക്ക് കുർത്തയാണ് ചെക്കന്മാർ. പെണ്ണുങ്ങളെല്ലാം സാരി ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാരി എടുത്തിട്ടും പിന്നെ പർദ്ദ ഇടുന്ന ആൾക്കാർ പർദ്ദ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാരിയും ബ്ലൗസും. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കണ്ട ചെക്കന്മാരുടെ ഡ്രസ്സ് ഇതാണ്, ഇങ്ങനെ ഒരു പ്രിൻ്റഡ് ടൈപ്പ്. ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്രയൊരു വൗ തോന്നിയില്ല, പക്ഷേ നേരിട്ട് കാണാനും ശരിക്കും വൗ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു. പെൺകുട്ടികളൊക്കെ അതവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. അതിനിടയിൽ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറി, പിന്നെ ചപ്പാത്തി, പിന്നെ അതിലേക്കൊരു എന്തോ ഒരു പച്ചക്കറി ഉണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങിൻ്റെ കറിയാന്ന് തോന്നുന്നു, പിന്നെ അച്ചാറ്, കച്ചമ്പർ, സൊറക്കയെന്ന് തോന്നുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി നെയ്ച്ചോറും ബീഫായിരുന്നു. കണ്ട ഒരു കറുപ്പ് മയം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നന്നായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാമായുടെ ഫോണിൽ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തുന്നു. ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതിൽ മാമ ഞങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പുറത്തിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഫോട്ടോഷൂട്ടിനുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു. ഇതാണ് ഇസ്മക്കുട്ടിയുടെ ഡ്രസ്സ്. ബ്ലാക്ക് തുണി എടുത്തിട്ട് ഷെയ്ംഖാൻ്റെ ഉമ്മ അടിച്ചു തന്നിട്ട് ഈ ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഇങ്ങനെ വിരിച്ചലൊക്കെ ഉണ്ട്. കണ്ട ചെക്കന്മാർ ഡ്രസ് കോഡ് ഇതാണ്. ഇനി 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ആ സമയത്ത് ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചുവിൻ്റെ ഡ്രസ്സ് ഇതുപോലെ ഷെയ്ംഖാൻ്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്താണ്. അതുപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ ഡ്രസ്സും ഉമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത്. കല്യാണത്തിൻ്റെ അന്നത്തെ പാവാടയും കുപ്പായും ഒക്കെ ഉമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇന്ന മൈലാഞ്ചി കല്യാണത്തിൻ്റെ ഡ്രസ്സില്ല, അത് ഉമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ ഉമ്മ തന്നെയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്തെന്നുള്ളത്. ഞാൻ തുണി എടുത്ത് കൊടുത്തു, ഉമ്മയാണ് എനിക്കൊക്കെ അടിച്ചേരിയും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അടിപൊളി ഡ്രസ്സായിരുന്നു. എല്ലാവരും നല്ല കമൻറ്റ്സ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യൂ, ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇച്ചുവിൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ഫാമിലി ഫോട്ടോസ്, അമ്മായിമാരുടെ സെക്ഷൻ, പിന്നെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടികളുടെ സെക്ഷൻ, മക്കളുടെ സെക്ഷൻ, മരുമക്കളുടെ സെക്ഷൻ, അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോ പോസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അമ്മായിയുടെ മോളാണ് കേട്ടോ, പാത്തു. ഞാനും അവളും സെയിം ഏജാണ്, ഞങ്ങൾ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഇത് തറവാട്ടിലേക്ക് വന്ന മരുമക്കളുടെ സെക്ഷനാണ്. ഉമ്മ, മാമിമാർ, അങ്ങനത്തെ സെക്ഷനൊക്കെ. പിന്നെ ഇത് ഉപ്പ, പിന്നെ മെയ്തുണ്ണി കൊച്ചുപ്പ, പിന്നെ കുഞ്ഞുമ്മ, അമ്മായി, അങ്ങനത്തെ സെക്ഷനാണ്. പിന്നെ ഇതിന് പിന്നിൽ ഇങ്ങനെ പല സെക്ഷൻ ഫോട്ടോസ് നടക്കുന്നുണ്ട്, ചെക്കന്മാരതും പെൺകുട്ടികളതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ അവരുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കുറച്ച് വീഡിയോസും വിശേഷങ്ങളും. പിന്നെ 10 മണിയാകുമ്പോഴേക്കും ഹാളിൽ ഒരു ബെല്ലടിച്ചു ഗൈസ്. ബെല്ലടിച്ചപ്പോൾ പിന്നെ ഹാളിൽ നിന്ന് ഇറങ്ങിയിരിക്കണം, അങ്ങനെയാണ്. ഞങ്ങൾ ഹാളിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം 7 മണി 7:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണിയാകുമ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും അവരെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനിടയിൽ ഇച്ചു ഇതാ അവിടെ സാറക്കുട്ടിനായിട്ട് ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാല ആടാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം സാറൂനായിട്ട് ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ ഫോണിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കണ്ട എല്ലാവരും സാരിയാണ്. ഒരു മാമി മാത്രം ചുരിദാറാണ്, ഒരു ബ്ലൂ ടൈപ്പ്. ബാക്കി പർദ്ദ ഇടുന്നവർ പർദ്ദ. ഞാൻ, ഉമ്മ, ജസീല മാമി, പാത്തു എല്ലാവരും സാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ സാരിയൊക്കെ ചുറ്റിയിട്ട് എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. കല്യാണ വീഡിയോ അടിപൊളിയാണ്. അതായിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.